അതിൻ്റെ 7-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്നുകൂടെ മൈക്കിൽ കൂടെ വായിക്കുവാൻ അപേക്ഷിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഇത് ഓരോ വിശ്വാസിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വന്തം മനസ്സിനോട് പറഞ്ഞാൽ നല്ലതാണ്. എല്ലാ രാത്രിയിലും കിടക്കയിലേക്ക് പോകുമ്പോൾ സ്വന്തം ഹൃദയത്തോട് പറഞ്ഞാൽ നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉറക്കെ പറയുന്നതാണ് അധികം നല്ലത്. ഒരു ഭക്തൻ തന്നെത്താൻ സംസാരിക്കുന്നവനാണ്. ഇപ്പോൾ മനുഷ്യർ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിലൂടെയും എയർപോർട്ടിലൂടെയും നടന്നു പോകുമ്പോൾ തന്നെ സംസാരിക്കുന്ന കാണാം. ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ ചെവിയിൽ ഇയർഫോൺ ഇരിപ്പുണ്ട്. ചിലതെല്ലാം വയർലെസ്, കോഡ്ലെസ് ആയതുകൊണ്ട് ഈസിയായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കാം. അതുകൂടാതെ ആരെങ്കിലും അങ്ങനെ വർത്താനം പറയുന്നെങ്കിൽ മാനസികമായി സമനില തെറ്റിയവരാണെന്ന് തോന്നും. എന്നാൽ വേദപുസ്തകത്താളുകളിൽ ഏറ്റവും ബുദ്ധിമാനും ഭക്തനും കവിയും വേദശാസ്ത്രിയും മ്യൂസിഷ്യനുമായ കിങ് ഡേവിഡ് തന്നെ വർത്താനം പറയുന്നവനായിരുന്നു. എൻ മനമേ ഉണരുക എന്ന് താൻ തന്നോട് തന്നെ പറയും. എപ്പോഴായിരിക്കുമെന്നറിയാമോ? തളർന്നിരിക്കുമ്പോൾ, മടുത്തിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ, ഭയം തോന്നുമ്പോൾ, അവിശ്വാസം തോന്നുമ്പോൾ താൻ മറ്റുള്ളവരോടല്ല സംസാരിക്കുന്നത്, താൻ തന്നോട് പറയും, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇങ്ങനെ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് ശത്രുവിനെതിരെയുള്ള ഒരു ആയുധമാണ്. ഇത് ആത്മാവിന് ഒരു ഔഷധമാണ്. ഇത് മനസ്സിനൊരു ധൈര്യമാണ്. എൻ മനമേ നീ വീണ്ടും 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 സ്വസ്ഥമായിരിക്ക. ടെൻഷൻ ഉപേക്ഷിക്ക, ഭയം ഉപേക്ഷിക്ക, അവിശ്വാസം ഉപേക്ഷിക്ക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്ന് ചെയ്തു, എന്ന് എപ്പോൾ ചെയ്തു, എന്ത് ചെയ്തു, എന്ന് ചെയ്തു. നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനൊക്കെ മുമ്പ് ചെയ്തു. അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിവ് കുറവാണ്. വേദപുസ്തകം പറയുന്നത് ഉലക സ്ഥാപനത്തിന് മുമ്പേ, ഇരമ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഹല്ലേലൂയ, അവൻ നിനക്ക് ഉപകാരം ചെയ്തത് ഇന്നല്ല, ഇന്നലെയല്ല, നീ ജനിക്കുന്നതിന് മുമ്പേ. 2025 ഏപ്രിൽ 13 വേണ്ടത് ചെയ്ത് കഴിഞ്ഞു. കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ശക്തിയോടെ വാ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ മനമേ നീ വീണ്ടും 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 10 വയസ്സുള്ളവര്, 15 വയസ്സുള്ളവര്,
50, 60, 70, 80 അവർക്കെല്ലാം പറയാ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. ഈ ജീവിതയാത്രയിൽ എത്രയോ പ്രയാസങ്ങളെ നീ കണ്ടിട്ടുണ്ട്, എത്രയോ ഗോലിയാത്തുമാരെ നീ കണ്ടിട്ടുണ്ട്, എത്രയോ യോർദാനെ നീ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം നിനക്ക് വേണ്ടി ദൈവം ഉപകാരം ചെയ്തു വെച്ചില്ലേ? നീ എത്തുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൂതൻ അവിടെ എത്തിയില്ലേ? എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്തു എന്ന് 12-ാം വാക്യത്തിൽ ഇപ്പൊ കേട്ടേ ഉള്ളൂ. ഒന്ന് വായിച്ചേരെ. 12. എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എന്താണ് ഈ പാനപാത്രം? വിവരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊരു അലങ്കാര പദമാണ്. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എപ്പോൾ? നീ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ, തലയിൽ തൈലം വീഴുമ്പോൾ ഹൃദയം നിറഞ്ഞു കവിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു മനുഷ്യനിലേക്ക് വരുമ്പോൾ അവന്റെ ഹൃദയം നിറഞ്ഞു കവിയും. നിറഞ്ഞു കവിയുമ്പോൾ അവൻ സ്തുതിക്കാൻ തുടങ്ങും, അവൻ ആരാധിക്കാൻ തുടങ്ങും, അവൻ പുതുഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ! പുതുഭാഷകളുടെ ആവശ്യം എന്താണ്? പുതുഭാഷ ആവശ്യമാണോ? പറയാം. നമുക്ക് സ്നേഹവും നന്ദിയും വർദ്ധിച്ചു വരുമ്പോൾ ലോകത്തിൽ ഒരു ഭാഷ കൊണ്ടും അത് വർണ്ണിക്കാൻ കഴിയത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് സ്വർഗീയ ഭാഷകളെ ദൈവം നമ്മുടെ അധരങ്ങളിലേക്ക് തരുന്നത്. ഇന്ന് രാവിലെ ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയമെന്ന പാനപാത്രം നിറഞ്ഞു കവിയുന്നുണ്ടോ? അത് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അല്പ മിനിറ്റും കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രയാഗമർപ്പിക്കാം. കരങ്ങൾ അടിച്ചൽപ്പനേരം ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ആമേൻ. എന്താണ് ഉപകാരങ്ങൾ? എന്നോട് വായിച്ചാട്ടെ. പ്രാണനെ 12-ാം വാക്യത്തിന്റെ ബാക്കി. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ആ ഭാഗം വായിച്ച് 8-ാമത്തെ വാക്യം. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. മരണത്തിൽ നിന്നും, കണ്ണുനീരിൽ നിന്നും, വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് 103-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് പാട്ടിൻ്റെ വരി വരുന്നത്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. എന്താണ് ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരമെന്ന് 103-ാം സങ്കീർത്തനത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു,
സ്തോത്രം, 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 സ്തോത്രം. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. അതൊരു തുടർച്ച വർത്തമാനകാല പ്രയോഗമാണ്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. ഇന്ന് രാവിലെയും ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്ന് പറയട്ടെ, കണ്ണുകൾ അടച്ച് ധ്യാനിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഹൃദയം പകർന്ന് ധ്യാനിക്കുന്നതാണ് നല്ലത്. ഏറ്റവും വലിയ ഉപകാരം അവൻ എൻ്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. എങ്ങനെയാണ് മോചിക്കുന്നതെന്ന് യെശയ്യാവ് ആത്മാവിൽ കണ്ടു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യേശുവിൻ്റെ മേൽ ചുമത്തി. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തിയത്? അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. അത് സംഭവിച്ചത് ക്രൂശിൽ കൂടെയാണ്. ഇന്ന് ഇപ്പോഴും ആ യാഗത്തിൻ്റെ ശക്തി വർക്ക് ചെയ്യുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ പക്ഷവാതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കുറ്റക്കാരനല്ല, നീ ദൈവത്തിൻ്റെ ഭവനക്കാരനാണ്, സ്വർഗീയ പൗരനാണ്, നീ അവകാശിയാണ്, നീ അടിമയല്ല, നീ ദാസനല്ല, നീ പുത്രനാണ്. പുത്രനെങ്കിൽ അവകാശിയുമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക്, നമ്മുടെ അകൃത്യങ്ങൾക്ക്, നമ്മുടെ ശാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോഴും അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി ദൈവസന്നിധിയിൽ നിൽക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അഥവാ ഒരുവൻ പാപം ചെയ്താൽ നിങ്ങളെ തള്ളിക്കളയാൻ ഒക്കില്ല. അങ്ങനെ പറയുന്നത് സാധാന്യമാണ്. നിങ്ങളെ അങ്ങനെ തള്ളിക്കളയാനല്ല. യുഗങ്ങൾക്ക് മുന്നമേയുള്ള കാര്യപരിപാടിயின் പ്രകാരം നിങ്ങളെ വിളിച്ചത് നിങ്ങളിലൊരു കുറവ് കാണുമ്പോൾ പേര് വെട്ടാനല്ല, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നതയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ അവൻ ശക്തനാണ്. ഞാൻ ശക്തനല്ല, നിങ്ങൾ ശക്തരല്ല, നിങ്ങളെ വിളിച്ചവൻ ശക്തനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തെങ്കിൽ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. നിങ്ങളെ കുറ്റബോധമുള്ളവനാക്കുന്നത് പരിശുദ്ധാത്മാവല്ല, നിങ്ങളെ കുറ്റബോധമുള്ളവനാക്കുന്നത് പിശാചാണ്. അപ്പോഴത്തേനൊരു വാക്യം ഒരു പക്ഷേ ആരെങ്കിലും പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്നുള്ള വാക്യം ചിലപ്പം മനസ്സിൽ വന്നു കാണും. അതിനെ ഒന്ന് ശാസിക്കണേ. എന്നാന്നറിയാവോ? ആ വാക്യം ഒന്നോട് വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോഹന്നാൻ 16:7, 8, 9. ലോകത്തിനാണ് ബോധം വരുത്തുന്നത്, വിശ്വാസിക്കല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വിശ്വാസിക്കല്ല ബോധം വരുത്തുന്നത്, ലോകത്തിനാണ് ബോധം വരുത്തുന്നത്. അതെന്താന്ന് മറ്റൊരവസരത്തിൽ വേണമെങ്കിൽ വീണ്ടും വിവരിക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ച്. അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണശേഷം ഒരാളെ പാപി എന്ന് വിളിക്കുന്നത്, സ്വർഗീയ കോടതി പാപി എന്ന് വിളിക്കുന്നത്
യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ്. കർത്താവിൻ്റെ പാപപരിഹാരയാഗത്തിൽ വിശ്വസിച്ചവരെ പാപിയെന്നല്ല വിളിക്കുന്നത്, ദൈവ പൈതലെന്നാണ് വിളിക്കുന്നത്. നമ്മെ കൂടെ കൂടെ കുറ്റബോധമുള്ളവരാക്കുന്നത് പിശാചിൻ്റെ പണിയാണ്. നിന്റെ തലയെ കുനിയിക്കുവാൻ, നിന്നെ നിരാശപ്പെടുത്താൻ പിശാച് എപ്പോഴും ശ്രമിക്കുകയാണ്. നീ അതിനെ ശാസിക്കണം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ആ ഉപകാരത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാപം മോചിച്ചതാണ്, എൻ്റെ രോഗം സൗഖ്യമാക്കിയതാണ്, എൻ്റെ വീഴ്ചയിൽ നിന്നെ വിടുവിച്ചതാണ്.